ഇത് തന്നെ നമ്മളെല്ലാത്തിനും പറഞ്ഞാല് ചിലരുടെ ഇതിലെന്ന് പറഞ്ഞ ഇത് തന്നെ ഉള്ളൂ. അഴിക്കല് കെട്ടല്. അഴിക്കൽ എന്നാന്ന് ഇന്നിപ്പോ വാറാക്കി കെട്ടണോ, കുറച്ച് ആനക്കാർ വന്നു. ഇപ്പൊ നമ്മൾ ചുമ്മാ ചിന്തിച്ചു നോക്ക്, ഒരു പൂരപ്പറമ്പിൽ ഒരു ആന കൈവിട്ടു, ഒരു 20 ആനക്കാരെങ്കിലും 30 ആനക്കാരെങ്കിലും പുറകിലുണ്ട്. ഇതിലേതാ ഈ ആനക്കാരെന്ന് അറിയണത്? അത് നേരെ മറിച്ച് അതിൻ്റെതായ ചട്ടക്കാരൻ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഒന്ന് ഓടിച്ചു, എന്താ ഇപ്പൊ പറ്റിയ അങ്ങനെ എങ്ങനെയാന്ന് ചോദിച്ചാൽ മറ്റേതിന് എന്നാ പറ്റിയ ഭ്രാന്താണോ എന്നൊക്കെ ചോദിച്ചാൽ കുറച്ചു നേരം കൊണ്ട് ഈ ആന ശാന്തനാവും. ആൾക്കാർ അങ്ങോട്ട് പോയി ഭ്രാന്താക്കും. ഇതല്ലേ നടക്കുന്നത്? ശരിയല്ലേ? അത് തന്നെ ആദ്യം നിർത്തിക്കണം. ആനക്കല്ല ഭ്രാന്തി കാണികൾക്കാം. ശരിക്കല്ലേ? നമ്മളീ ടിവിയിലോ ഇതിലോ കണ്ടു എന്തോ ഒരു ആനക്കാരെ ആന കൈവിട്ടെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? ഞാന് എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ അഴിച്ചുകെട്ടാനെ എന്റെ കൂടെ ഉള്ളവർ പോലും ഉപദ്രവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ തന്നെ നേടാൻ പറ്റില്ലെങ്കിൽ അതിനിപ്പം പലരും ചോദിക്കും, ആന അഴിക്കാൻ മേലെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളെ കൊണ്ട് ഇതിനെ ആവതുള്ളൂ. ഇത് വേറെ ആളെ കൊണ്ട് ജയിക്കേണ്ട പണിയല്ല. മിന്നൽ വേഗം വേണം നമുക്ക്. നിങ്ങളുടെ കൊച്ചിനെ നിങ്ങൾ ചിലപ്പോ വടിയെടുത്ത് തല്ലുമൊക്കെ ചെയ്യും, അവനും അവൾക്കും അത് വിഷമമില്ല. ഞാൻ വന്ന് നമ്മള് കൂട്ടുകാരാ എന്ന് പറയുന്നത് പഠിക്കണില്ലെന്നോ അങ്ങനെയെന്ന് പറഞ്ഞ് ചെവിയെപ്പിച്ചൊരു പിച്ചു കൊടുത്താൽ മതി പയ്യെ, അവൻ എങ്ങനെടിക്കും അവളായാലും എന്ന് പറഞ്ഞോളം തന്നെ ഞാന്. അത് നമ്മൾ തന്നെ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയാണ്. അല്ലാണ്ട് അതിലൊരു പ്രമാണമായിട്ട് ഒരു നാളെ നിർത്തിയിട്ട് ഒന്നും കാര്യമില്ല. നമ്മൾ ചെയ്യണത് ഇല്ലേ? ഞാൻ അഴിച്ചുകെട്ടാൻ ഒരു ദിവസം കൂടുതൽ ഇട്ടിട്ട് വീട്ടിൽ പോരില്ല. ഞാൻ ഇത് അന്വേഷിച്ച് നോക്കി, കൃഷ്ണപ്രസാദ് 5 ദിവസം ഞാൻ കെട്ടിവെച്ച വന്ന 5 ദിവസം ഒരു തുള്ളി വെള്ളം കുടിക്കില്ല, തീറ്റം വേണ്ട. നാട്ടിലെല്ലാം എരിഞ്ഞ് താർക്കുവാനാ. എല്ലായിടവും താർക്കും. ഇത് അവളോട് ചോദിച്ചു, അവളെ കൊണ്ടുവരുന്നുണ്ട്, പച്ചവെള്ളം കുടിക്കില്ല. ഇല്ല ഇല്ല ഇല്ല. അത് ഞങ്ങള് തമ്മിലുള്ള ബന്ധമാണ്. ഞാൻ അതിനെ നേഴ്സറി മുതൽ 6th വരെ പഠിപ്പിച്ചു. ഇപ്പൊ അതെല്ലാം പറഞ്ഞെങ്കിൽ ആദ്യമൊക്കെ കേട്ടതെല്ലാം ശരിയല്ലേ? നമ്മളാരും ഞാൻ പറഞ്ഞല്ലോ. അതിൽ കിടന്ന് ഞാനത് ആർക്കും കൊടുക്കാറില്ല. ഇന്നലെ ഞാൻ കൊച്ചുകൊണ്ട് പോയി അതിനെ ചാർജ് കുത്തിയിട്ടാക്കണോട്ടോ അവനെ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതാണെങ്കിൽ കിട്ടുകയല്ലേ? ഞാൻ എന്തെങ്കിലും ഒന്ന് തന്നാൽ അത് തന്നെന്ന് വേണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു പശുക്കിടാവിനെ അന്വേഷിച്ച ഒരാൾ വരുവാന്നിരിക്കട്ടെ, അത് അവൻ ഒത്തിരി കൊതിച്ചാ വന്നേക്കണമെങ്കിൽ ഞാൻ കൊടുക്കാണ്ട് നിൽക്കണായിരിക്കും. ഞാൻ വലിയ ബലപേശനൊന്നും നിൽക്കില്ല, കൊടുത്തു പോകും. നാളെ ഒരു പാർട്ടിക്ക് അരേബ്യ എന്ന് പറയുന്ന പുള്ളി ഇവിടെ മേശമെങ്കിൽ പലചരക്കടയുള്ള ഒരു കിടാവ്, അതിന് 10-700 രൂപ കിട്ടും. അത് വന്നിട്ട് എനിക്കും ചിത്താ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ 600 ഇവന്റെ മുഖത്ത് നോക്കി ചോദിച്ചോളൂ. അതിനുള്ള സാമ്പത്തികമില്ല. ഞാനൊരു 650-500 വേണ്ടൊരു വില പറഞ്ഞു, ഞാൻ കൊടുത്തു. ഇന്നലെ കണ്ടപ്പോ ഒരു ഇത്രയും പൊക്കായി, മൂക്ക് കുത്തി ഭയങ്കര ഭംഗിയായി. ഇപ്പൊ നൊറവിളിക്കാരാകുള്ളൂ. ഇന്നാളെ തന്നെ കൊടുത്തതാ. നമ്മളെ കൊടുക്കണമെന്നൊരു മനസ്സ് വേണം. ഒരിക്കലും പിടിച്ച് എഴുതിയിട്ട് മേടിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാനിപ്പോ ഇത് പറയാനായിട്ടൊക്കെ എങ്ങനെ പറഞ്ഞു, എനിക്ക് അന്ന് ഏറ്റവും കൂടുതൽ കലി വന്നതേ, ഞാൻ ഈ ഒരു ഒറ്റ സ്വഭാവക്കാരനാണ്. എനിക്ക് ചിലപ്പോ ഈ വട്ടുണ്ട്. അതിനെന്ന് വെച്ചാൽ ഈ നിങ്ങൾ വന്ന് ഞാൻ വർത്താനൊക്കെ പറഞ്ഞു, അപ്പോഴും ഉണ്ട് മനസ്സിൽ പറഞ്ഞോണ്ടിരിക്കുക എന്നാന്നറിയോ, നിങ്ങളെ കുറെ കൊതിപ്പിക്കുള്ളൂ. ഈ ഊമ്പ് കൊള്ളുന്നു. അതെ അതെ, ഞാൻ രത്നോട് പറഞ്ഞു. രത്നം പറഞ്ഞോ? അങ്ങനെ ഈ ഉടമസ്ഥനൊക്കെ, ഈ തച്ചപ്പള്ളിയാനന്റെ ഉടമസ്ഥനൊക്കെ ചിലപ്പോ മൂത്തോന്നൊക്കെ എനിക്ക് ലിസ്റ്റ് തരാൻ പറയും നാളത്തേക്കുള്ളത്. ഞാൻ ചുമ്മാ ശാന്തനായിട്ടിരിക്കണായിരിക്കും. ഈ പുള്ളിക്ക് വന്നപ്പോ ഞാൻ അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. പുള്ളി വന്നിട്ട് നേരെ ബാലമാഷ എടുത്ത് കൊണ്ട് കൊടുക്കും. അവനെ 2 വട്ട് പിടിച്ചോണ്ടിരിക്കുന്നത് കൊടുത്തേക്കാൻ പറയും. എനിക്കൊരു കുഴപ്പമില്ല. പുള്ളി വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. അവിടെ ചെങ്കിടകളൊക്കെ കയറി വരുവാന്നിരിക്കട്ടെ, ചിലരൊക്കെ മിണ്ടായിരിക്കും. നീ ഉടമത്തോണ്ട് പറയും, കൊണ്ടുപോടാ പുരിയാൻ. ഈ തച്ചപ്പള്ളിയാന അവിടെ വാടാനപ്പള്ളി അപ്പുറത്ത് കുറച്ച് സാധുക്കളായ തെങ്ങേറ്റക്കാരൊരു അമ്പലമുണ്ട്. അവിടെ കുറെ കപ്പലന്തോട്ടമുണ്ട്. ഞാൻ കൊല്ലങ്ങൾ പോണതാ. അപ്പൊ ഞാനങ്ങ് ചെല്ലാറാണ് മുമ്പ് തന്നെ കപ്പിൽ മാങ്ങയുടെ
ചാരായം ഉണ്ടാക്കി വെച്ചേക്കോ അവിടെ എനിക്ക് വേണ്ടി. ഇവര് മദ്യപാനികൾ കുറവാ. ഇതൊക്കെ എനിക്ക് തരും, പുറകെ നിന്ന് മാറില്ല. അവിടുന്ന് ഇത് പാവപ്പെട്ട അമ്പല, എന്നെ പോലെ ദരിദ്രരുവ. ഇങ്ങോട്ട് വരുമ്പോ ഒരു നായന്മാര് വലിയ അമ്പലമുണ്ട്, അവിടെ ഒരു ചുവടുതാങ് പോലും മോള് വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ഒരു പ്രദക്ഷിണം ചെയ്ത് ഇറങ്ങി വന്നെന്നും പറഞ്ഞ് മുതലാളി എവിടുന്ന് ഓർന്നു വന്നു, അവിടെ വന്നു. ഞങ്ങൾ എല്ലാ കൊല്ലം വരുമ്പോ തെടമ്പ് മുകളിൽ നിന്ന് ഇറക്കിയിട്ട് ഒരു പ്രദക്ഷിണം വയ്ക്കും. ആനയും കിടക്കില്ല. ഈ ആനയുടെ ഇവിടെ മുട്ടും. ഇവിടെ മുട്ടിയാൽ ആന വാളയാറ്റി കയറ്റി വിടാനേ പറ്റുള്ളൂ. ഇതിന് ചികിത്സയില്ല. നമ്മള് കാരണമല്ല, നമ്മള് കാരണക്കേട് പറയണ്ട, നമ്മളത് ചെയ്യാൻ കൊള്ളൂല്ലോ. പിന്നെ കരുകളും അടുത്ത കൊല്ലം ഇവിടെ പോലുള്ള കയറ്റുകയെന്ന് പറഞ്ഞു. കുറെ നേരമൊക്കെ അപ്പൊ അവർ പറഞ്ഞു വേണ്ട, ഇങ്ങനെ പോകാറെന്ന് പറഞ്ഞു, കയറ്റണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിന്റെ അവിടെ ഇരിക്കുന്ന സാധനം മുട്ടും, ഈ ആനക്കൊക്കെ അത് പറ്റണ മോശമല്ലെന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല, മുട്ടില്ല. ഞാൻ അവിടെ ഒന്നും പറഞ്ഞ നിന്നോടല്ലടാ പൂർവിമാനെ കയറുമെന്ന് പറഞ്ഞാൽ തോട്ടിയും പഠിക്കണ്ടോ കയറ് കൊടുത്തായിരുന്നു. ഈ തോട്ടിയുടെ താഴെയുള്ള ഇരുമ്പില്ലേ കീഴ്ത്തായി, അത് ടാറ ചെന്ന് കൊണ്ടുവച്ച് ഇപ്പൊ ഈ ഫോണിൽ ഇത് പറഞ്ഞ അവനോട് ചോദിക്കാം, അവനുണ്ട് അടുത്ത്. അത് പറഞ്ഞ ഇതേ തീ തെറിച്ചു, ഇയാള് ജീവനും കൊണ്ട് ഓടി. ഞങ്ങള് ഈ പരിപാടി കഴിച്ചു. ഒരു ദിവസം ആരോട് പറയാം, ഞാനെങ്കിലും ബുക്ക് ചെയ്യാൻ ആളിഷ്ടം പോലെ വരുമല്ലോ. അവനും ആനങ്ങളെ വന്ന കാണാൻ എനിക്ക് ഭയങ്കര, കണ്ടാലും മതിയാവില്ല, ഞാൻ പോവില്ല, അവന് പ്രാന്തുണ്ട് ആനക്കൊണ്ട്. പിന്നെ എങ്ങനെയാന്ന് വെച്ചാ പോണെന്ന് ചോദിച്ചു. ഇതിന് ഞാൻ എന്നെ കേൾക്കണേ എങ്ങനെയാ, ഞാൻ ഉടമസ്ഥനത്തായിട്ട് പറയണം, ശരിയല്ലേ? ശരിയാ, അതിനകത്ത് ബാക്കി കാര്യങ്ങൾ അറിയുന്നില്ല. ഇല്ലല്ലോ. ഞാൻ എന്നിട്ട് എറിഞ്ഞത് ഞാനൊന്ന് കയറ്റി നോക്കി. ഇയാള് പറഞ്ഞു ഇപ്പൊ കാണിച്ചിടാന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഇടിച്ചു ഈ കല്ലിനിട്ട്. ഇവിടെ നിന്ന് മാറി ഒരു ചാനഞ്ഞ മാറിയാ പോയി. ഇപ്പൊ കണ്ടോടാ പൂർവാനെന്ന് ചോദിച്ചു. ഇവനോട് പിന്നെ എന്നാ ചോദിക്കണ്ട, മുതലാളി അത് കണ്ടോന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ബാലമാഷ അങ്ങനെ പറയുമല്ലോ. ഒരു ദിവസം ഈ പാലപ്പറമ്പന്റെ പാപ്പ ആനയെ കൊണ്ട് അവിടെ വെച്ച് ആനക്കാരെ പാടത്തിൽ വന്നാണ് ഇരുന്ന് ഭയങ്കര ആനപ്പണിയാ പറഞ്ഞോണ്ടിരിക്കുന്നേ. ഞാനൊരു ആന ഇരിക്കാന് എനിക്കിങ്ങനെ പണി കിട്ടിയാൽ ഞാൻ അന്ന് രാവിലെ പോകുള്ളൂ. കാരണം വണ്ടി വരാറ് അന്നൊക്കെ. അങ്ങനെ പോയെങ്കില് വിനോദ വിളിക്കാൻ വന്നേ. ഇതാ വീട്, ഈ ഫ്രണ്ടിൽ ആന ഇരിക്കാനുള്ള ആന. ഞാൻ ആന നോക്കൂല, അപ്പുറത്ത് പോകും. നാളെ കഴിക്കണത്. അപ്പുറത്ത് പോയി കഴിഞ്ഞാല് കണ്ടവാൻ ആൾക്കാർ വന്ന് എന്റെ വീരശൂരത്വമൊക്കെ പറയുമല്ലോ. ഈ താഴത്ത് പാടം ഉണ്ടല്ലോ, ഞാനെല്ലാം ഇറങ്ങിപ്പോകും. രാഘവൻ നാളെ 7:10 അന്നേരം മാത്രമേ ആനെ കാണൂ, അന്നേരം അടിക്കുള്ളൂ, അന്നേരം വരുള്ളൂ. രാഹുകാലത്തിലോ? അല്ല, രാഘുകാലം കഴിഞ്ഞ എത്ര സമയം ഉണ്ടെന്നുണ്ടല്ലോ, ആ സമയം അന്നേരം മാത്രമേ ആന ഞാൻ കൂടെ കാണുള്ളൂ, അല്ല കാണില്ല. പിന്നെ സാധാരണ അങ്ങനെ ജലനവസ്ഥ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലായിടത്തും അറിയണ വീടൊക്കെ കാണും. ഞാൻ അവിടുന്ന് ഒരു കലം മേടിക്കും, ചിലരെ നിർബന്ധിക്കും തരാണ്ടൊക്കെ കലേ. ഞാനൊരു കലം മേടിക്കും, 1/2 കിലോ അരി മേടിക്കും. മുളക് പൊടി ഉപ്പും കുറച്ചായിട്ട് കിട്ടൂലല്ലോ, അത് പാക്കറ്റ് മേടിക്കും. അവിടെ ഞാൻ പറമ്പിലിട്ട് കഞ്ഞി വയ്ക്കും. അതിൽ പകുതി ഞാൻ കഴിക്കും വൈകുന്നേരം. പകുതി കുളി കഴിഞ്ഞ് ഒരു 4 മണിയോട് കൂടി ഉറക്കം വരുള്ളൂ, ആന കഴിക്കണ്ടേ. ആ കഞ്ഞി രാവിലെ കുടിക്കും, എന്നിട്ടേ ചെല്ലുള്ളൂ. അങ്ങനെ ചെന്നപ്പോഴാ ഞാൻ പറഞ്ഞില്ല, ഗോപാലകൃഷ്ണന്റെ അടുത്ത് ചെന്നപ്പോഴാ ഒരു ഇതുപോലെ മനസ്സും അങ്ങനെ ചാഞ്ചാടാറില്ല. ഈ 7 മണിക്കെന്നുള്ള 7:10 കഴിയണ്ടെങ്കിൽ എന്നാൽ ആന കൊല്ലുമെന്ന് പറഞ്ഞിരിക്കട്ടെ. ഞാൻ ആ 7:10 എന്നുള്ളതിന് 7 ആണെന്ന് പേര്. അതിന്റെന്ന് വെച്ചാൽ ഈ മരാമത്ത് പേടി വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ഇത് വേഗം തീരണം. അങ്ങനെ ഒരു ആളുകളെ സ്വന്തമായ വിശ്വാസങ്ങളില്ല, എന്നാ വിശ്വാസമുണ്ട്. വിശ്വാസം ശരിക്കുണ്ട്. പക്ഷെ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാല് അല്ലെങ്കിൽ മരണം ഉണ്ടാവും എന്ന് പറഞ്ഞാല് ഞാനതിൽ വിശ്വസിക്കില്ല. ഞാൻ ഭഗവാനിൽ പോയി പ്രാർത്ഥിക്കും, അങ്ങനെ വിധിയെങ്കിൽ അങ്ങനെ ആട്ടെ, അവിടുത്തെ തീരുമാനം. കാരണം ഞാൻ കൊറോണ വന്ന കാലത്ത് 2-3 ദിവസം ഭയന്നുള്ളൂ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ഞാൻ ഭയന്നില്ല. അതിനാ കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ ഭഗവാനോട് പറയുന്നുണ്ട്, ഞാൻ വലിയ ആദർശമാണ്, ഭയങ്കര മനത്തിന്റെ ഭാഗമായിട്ടല്ല. ഞാൻ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഈ ഭംഗിയുള്ള ഭഗവാനും ശക്തിയുള്ളതോ അല്ലെങ്കിൽ ഭംഗിയുള്ള ഭഗവാനും ശക്തിയുള്ളതുമായിരിക്കണം ഒരു ദൈവം, ഭഗവാനായാലും ഭഗവതിയായാലും. ഞാനങ്ങനെ അന്വേഷിച്ച് നടക്കുവാറുണ്ട്. നേരത്തെ അമ്മയുടെ കൂടെ ഇവിടെ ചെറിയ അമ്പലം ഞാൻ പറഞ്ഞല്ലേ ഇത് ഈ കാര്യം. ഇല്ല, അത് പറഞ്ഞില്ല. ഈ ചെറിയ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോ
ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ഒരിക്കലും മരിക്കില്ലെന്ന്. പിന്നെ എനിക്കൊരു 300-500 രൂപ കിട്ടണുണ്ട്. അത് കഴിഞ്ഞ പോലാണ് പിന്നെ ഇങ്ങനെ. അപ്പൊ ഞാൻ അന്ന് എന്റെ അറിവുകളോ എന്റെ ജീവിതം ഇഷ്ടദൈവമായിട്ട് ഞാൻ ഭഗവാനെ അർപ്പിച്ചേക്കണം, ഭഗവാനിൽ അർപ്പിച്ചു. പിന്നെ ഇനിയിപ്പോ അങ്ങനെ അറിയാൻ എനിക്ക് തന്നെ വരാനിരിക്കുന്നു. ഇനി പൊട്ടു നോക്കാറുണ്ടോ? ഇപ്പൊ അന്നത്തെ ആ സ്വഭാവം തന്നെ ഇന്ന് ഇതില് ധിക്കാരമില്ല. പേരത്ത് ഇതിൽ പാടില്ല എന്ന് മാത്രം. പേരത്ത് ഇതിൽ പാടില്ല. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടെന്ന് പറഞ്ഞു. പേരത്ത് ഇതിൽ പാടില്ല. പാടില്ലാത്ത പണിയാ. അഴേ പറഞ്ഞ് നിങ്ങളെ പോലെ ഞാൻ ചുമ്മാ കാണിക്കണ്ട എന്റെ ചങ്ക ക്രമാധീനമായിട്ട് ഇരിക്കണുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ചോദിച്ചിട്ടുള്ള അതൊക്കെ അവരും ഇപ്പൊ കേൾക്കണുണ്ട്, കേൾക്കും. ഇതൊക്കെ സത്യം തന്നെ. അത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയാൻ പറ്റില്ല. എനിക്ക് അത് തന്നെ ചിന്ത. ഇപ്പൊ ഇപ്പൊ ഈ പശുവിനൊക്കെ ഉണ്ടെങ്കിൽ ഇത് തൊഴിക്കണ പശുവാണെങ്കിൽ എനിക്ക് പേടിയാ തൊഴിക്കണേ. എന്നാലും ഞാൻ ആദ്യം തൊഴിക്കണേ ചെന്ന് കേൾക്കും. ഇതിന്റെ കിട്ടുവാണെങ്കിൽ പിന്നെ റെസ്റ്റ് എടുക്കുവാണെങ്കിൽ ഇത് എന്റെ രീതി. പിന്നെ എവിടെയെങ്കിലും ആനകളുടെ ആക്രമണം ശരിക്കും ഉണ്ടായിട്ടുണ്ടോ? ആശാനോ കൊമ്പോ കുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? പിന്നെ ഇതില് ശ്രദ്ധിച്ചു നോക്കിയാൽ തലക്കടെ ഒരുപാടുണ്ട്. ഇവിടെ നേരിട്ട് ഒന്ന് തറക്കണ ആണല്ലേ? ഓ, എല്ലാം ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. പാടില്ലാത്ത ഒരുപാടുണ്ട്. എന്ന് പറഞ്ഞാല് സാധാരണ എന്നെ പോലെയുള്ള ഒരു ഈ താഴെക്കടയുള്ള ഒരു മനുഷ്യന് 3 പ്രാവശ്യം മരിക്കാനുള്ള തട്ടും കുട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. 3 പ്രാവശ്യം. ഞാൻ ഇന്നും ഓർക്കും അത് ഞാൻ മരിച്ചില്ലല്ലോ എന്ന്. കാരണം എങ്കിലും ഇന്ന് ഒന്നും അറിയണ്ട. കാരണം ഇവിടെയൊക്കെ നാളിൽ മാറുന്ന രംഗം. നാടകമല്ലേ ജീവിതം. ഇന്നലെ നീ കുബേരൻ, ഇന്ന് തെരുവിൽ യാചകൻ. നാളിൽ മാറുന്ന രംഗം, നാടകമല്ലേ ജീവിതം എന്ന് പറഞ്ഞു. അപ്പൊ അതില് നമുക്കന്നൊന്നും അറിയണ്ടായിരുന്നു. ഇപ്പൊ ഇനിയിപ്പോ ഞാൻ ഇച്ചിരിയോടെ ഏങ്ങ് വരെ ജീവിച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുമ്പോണ്ടോ? ഈ ജീവിതത്തോട് ഇപ്പൊ ഞാൻ ഏതാണ്ട് ഒരു കൊല്ലത്തിൽ താഴെയായി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ വിളിക്കാൻ. ഇപ്പൊ ചിലപ്പോ അടുത്ത ദിവസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കണക്ക് അവിടെ നിന്ന് നോക്കി ചിത്രഗുപ്തന്റെ ലയിപ്പിച്ചിട്ടുണ്ട്. ഇതത്ര നല്ല പണിയല്ലേ ഇത്? സ്വഭാവത്തിൽ മനുഷ്യർക്കൊന്നും ശൈലിയില്ലാഞ്ഞെങ്കിലും ഒരു കോഴീനെ പോലും കൊല്ലാനുള്ള കഴിവ് എനിക്കില്ലാത്തവന്. ഞാൻ 2 കൊലക്കേസിൽ 1-ാം പ്രതിയായി. ഒരു മണിക്കൂർ പോലും തികയാണ്ട് ഭഗവാൻ എന്നെ കിട്ടിച്ചു. എനിക്കൊരു കോഴിയെ പോലും കൊല്ലാനുള്ള ഒരു തൻ്റെടയില്ല മനുഷ്യനോട്. ഇപ്പൊ എന്നോടൊരു 2000 രൂപ ഒരാൾ വായ്പ കൊടുത്തു. ഞാൻ അവനൊരു കുടുംബം അല്ലെങ്കിൽ അവന്റെ ഇക്കാര്യം ആരും ആയിക്കോട്ടെ, ഒരാള് കൊല്ലണമെന്ന് വെച്ചിരുന്നു കഴിഞ്ഞാല് കൊല്ലുക തന്നെ ചെയ്യാം. ഈ കൊല്ലണമെന്നും രക്ഷപ്പെടണില്ല, മരിക്കണമെന്നാ പിന്നെ ഭാഗ്യവാൻ. അപ്പൊ അതിന് വേണ്ടി ഒരാളെ കൊല്ലുക ആ ചിന്ത എനിക്കില്ല. അതിൽ എന്നാണ് പറഞ്ഞത്, ഈ രാജ്യം മുഴുവൻ നമ്മൾ കണ്ടിട്ട് ഈ കത്തി ഒരു മനുഷ്യന്റെ വരെ ഞാൻ എടുത്തിട്ടില്ല. അതിന് സാഹചര്യം ഉണ്ടായിട്ടുമില്ല. എല്ലാം ഭഗവാന്റെ പറഞ്ഞ ആ രീതിയിൽ പോയിട്ടുള്ളൂ. പിന്നെ കൊലക്കേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടെ അടുത്ത അപ്പുറം ബേബി എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ തടിക്കച്ചവടക്കായിരുന്നു കോരേശായിട്ട്. ഇവിടെ ഈ സ്ഥലം വിറ്റേച്ച് പോണത് എന്റെ കൂടെ പഠിച്ച് മറ്റേ ഞങ്ങൾ ഒന്നിച്ച് പറഞ്ഞ തങ്കച്ചൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ തായല് ജോയിനറിയില്ലേ, അവന്റെ അമ്മായിപ്പൻ. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയില്ല. അവിടെ മദ്യം ഇതൊക്കെ പൊളിച്ച് ആ തിരുമാറാടിയിൽ സ്ഥലം മേടിച്ചേക്കിട്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് പോയി. ആ പോണ സമയത്ത് ആദ്യം 2 ട്രിപ്പ് കുറവുണ്ടായിരുന്നു. 2ാമത്തെ ട്രിപ്പ് ആയപ്പോ ഞാൻ വന്നു. എന്നെ പറഞ്ഞൂടെ നീ വന്നില്ലടാന്ന് ചോദിച്ചു. അങ്ങനെ പോയതാ. കാരണം അങ്ങനെ പോയല്ല. അഞ്ചപ്പെട്ടിക്ക് ഷാപ്പ് ചെയ്ത് ഞാൻ 2 ഗ്ലാസ് കള്ള് തീർന്നു പോയായിരുന്നു. അന്ന് ഷുഗറില്ല, കള്ള ഇഷ്ടം. ഇത് കുടിച്ചോണ്ടിരുന്നപ്പോ പുള്ളിയുടെ മകളെ കെട്ടിയവന് ജോലി വന്നു, വായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വണ്ടിയെ കയറി തങ്കച്ചൻ വീട്ടിൽ വന്നു പറഞ്ഞു. അങ്ങനെ പോയപ്പോ ബേബി അവിടെ പോയി ആറ്റും കുടിച്ചതാ ഇഷ്ടം പോലെ. ബേബി കണ്ണെടുത്ത് കാണിച്ചു മിണ്ടടെന്ന്. ഇവന് വണ്ടിയെ കയറിയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ അഗ്നിന്ന് പേരല്ലേ ആദ്യം കേൾക്കണ പേര് ബ്രാൻഡി ഉണ്ടായിരുന്നു. ഈ കപ്പ പോത്ത് അപ്പ ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കും.
അവിടെ കൂട്ടിട്ട് പോന്നു. ഉം. ബേബിയും ഞാനും ജോയും കൂടെ പോന്നു. ആ. അവരുടെ ഉം. നേരം വെളുത്തുമ്പോ ബേബിനെ കാണാനില്ല. ആ. ഇവരെ അന്വേഷിച്ചാൽ മടുത്തു. ആ. അവസാനം ഞാൻ തല്ലിക്കൊണ്ട് കെട്ടിലിട്ടാന്നാണ്. ആ. ആ. ബേബി മരിച്ചുപോയി. ആ. അവിടുന്ന് ഈ ശാലി മാളി പരമ്പര ചോദിക്കാൻ എന്നോട് ഇത്തിരി എത്രയുള്ളവർ ഉം. അവനത് കൊന്നെന്നുള്ള രീതിയിൽ ഇവിടെ ആലപ്പുഴ കൊണ്ടുപോകും. അതിനും രക്ഷപ്പെട്ടു. ആ. വെള്ളത്തിൽ ചാടിയാൽ ഇതൊക്കെ വരാം. ആ. ആ. കെട്ടില്ലാതെ ഇന്ന് കുരുവല തമ്പിതാകുന്ന അവിടെ കിണറുണ്ട്. ആ. കെട്ടിച്ചു വന്ന് ആ. ഇത് നേരം വെളുത്തപ്പോ എന്റെ ഞാൻ അങ്ങനെ ചുമ്മാ കിടക്കുമില്ല, ആ. പണിയില്ല അന്ന്. ആ. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ആള് കൊണ്ടുപോകാറുണ്ട്. ആ. ഈ രാമംഗലത്തെ എന്റെ അമ്മ ഇവിടെ ഉണ്ട്. അവിടെ തൊട്ടുകൊണ്ട് തടിയെ ആ. ഞാൻ ഇങ്ങനെ വെച്ചെടുക്കുക. ഉം. പെമ്പറന്നൂറ്റി അര ഗ്ലാസ് കടിഞ്ഞായ ഒരാൾ കൊണ്ടുവന്നു. ഉം. അവിടെ നിന്ന് ഒരു പശുവിനെ ക്ലാവ വഴി കിട്ടിയേക്കാണ്. ഉം. അതിന് ഞെരിച്ചോണ്ടൊന്നും പോയി പോലീസുണ്ട്. ഉം. അവൻ എന്നോട് പറയാണ് അവന്റെ മൂന്നാമത്തെ ഭാര്യ അത് ഉം. 2 തൊഴിച്ചു കൊന്നു. ഉം. 5 ആനയും കൊണ്ടെന്ന് പറഞ്ഞു. ഉം. ഇവിടെ പുരുങ്ങടും മിട്ടയുടെയും വല്ലവരും കേൾക്കാണെന്ന് പറഞ്ഞു. ഉം. ഒരു 2 അടി ഒരു ചവിട്ടോരം കൊടുത്തു ആ ചുരന്തേൻ്റെ അവിടെ ഇട്ട്. ഉം. പിന്നെ പറയാനൊന്നുമില്ലല്ലോ. ഉം. 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 ഓടി ഞാൻ പോഞ്ചേനായിട്ട് പാപ്പച്ചമ്മാവൻ്റെ വീട്ടിൽ കയറി. ആ. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. ആ. അവൻ പറഞ്ഞു ഇവിടെയും പറ്റൂലെന്നു. ആ. ഈ ആരെ ഈ തടിയനിട്ടാണ് ഇടിച്ചത്? ആ ആ. ആ. പിന്നെ അല്ലാണ്ട് എന്റെ മുന്നിൽ പശുവിനെ വെച്ചോണ്ട് വരുമ്പോ അത് മൂന്നാമത്തെ ഭാര്യ. ആ എന്ന് പറഞ്ഞു. 3 ആനയും കൊന്ന. ആ. പിന്നെ എന്നെ ഇത് ചെയ്യാൻ മടിയുന്നു. ആ. അന്നേരം കൊടുത്ത് ആ. ആ. ഈ പരിസരം നോക്കിയില്ല. അതിന് പോസ്റ്റ്മോർട്ടം ചെയ്തതിനകത്ത് ദേവോദ്രോ മനുഷ്യനൊന്നും ചെയ്തതല്ല. ആ. ആ. ചുരുക്കി പറഞ്ഞത് ആ. അതിന് ഞാൻ രക്ഷപ്പെട്ടു. ആ. കാരണം പറ്റിയത് ഇവൻ എൻ്റെ ഒരു 5 കൊണ്ട് മാല പണയം വെക്കാൻ പറ്റും. ആ. ആദ്യം പണിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്തു വന്നു. ആ. പെമ്പറന്നൂറ്റേരെ എണ്ണയും കൊടുക്കണേ. ആ. ആ. പിന്നെ പോയി തിരുവരാഗത്ത് മുഴുവൻ പറഞ്ഞു ഇന്നലെ കഞ്ഞി വെക്കാനിരുന്നതിൽ ഒരു കാലം പറ്റാതെ ആരും മേടിച്ചു. ആ. പിന്നെ എന്നെ ഇവരും കൂടെ ചോദിച്ചപ്പോൾ ഞാൻ കൂടി കൊടുത്തു. ആ. പിന്നെ എനിക്കിത് തന്നില്ല. ആ. വീട്ടിൽ കടത്തി പൊരിക്കും. ആ. ഇതൊക്കെ അറിയില്ല എങ്ങനെയായിരുന്നു. ആ. ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ ചെന്നു. ആ. ഇവന്നെ ഒളിച്ചു നടക്കുക. ആ. ആ. അപ്പൊ ബേബിയോട് പറഞ്ഞാലും നിങ്ങളാരും പറഞ്ഞിട്ടല്ല കൊടുത്തത്, ആ. നിങ്ങൾക്ക് അറിയാനും മേല. ആ. എനിക്ക് ഇനി അങ്ങനെ ഒന്നും മേടിക്കാൻ പറ്റില്ല. ആ. ഞാനൊരു എഴുത്ത് എഴുതി ഇവിടെ തൂങ്ങുന്നു പറഞ്ഞു. ആ. അതിന്റെ 3-4 ദിവസം കഴിഞ്ഞപ്പോ ഇനി മാല കൊണ്ട് തന്നു. ആ. ആ മരിച്ചുപോയി. ആ. പക്ഷെ എനിക്ക് ഇപ്പൊ അങ്ങനെ അല്ലെന്ന് പറയാനോ തന്നില്ലെന്ന്. ആ. അത് അങ്ങനെ പോയി. ആ.